നമസ്കാരം. പുൽക്കൂട് എത്ര ഒരുക്കിയാലും നക്ഷത്രങ്ങളെ എത്ര തൂക്കിയാലും ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ല എങ്കിൽ വ്യർത്ഥം നിരർത്ഥം നിന്റെ ക്രിസ്മസ്. വെരി റെവറൻഡ് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അച്ഛ, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ലോക ചരിത്രത്തിൽ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഏക നേതാവാണ് യേശു. ആ യേശുവിൻ്റെ പിറവി തിരുനാളാണ് ക്രിസ്മസ്. വചനം മാംസം ധരിച്ചതിൻ്റെ പുണ്യസ്മരണ. നാം എല്ലാവരും ജന്മദിനം ആഘോഷിക്കാറുണ്ട്. അതിൽ 10 പേർ, 20 പേർ, കൂടി വന്നാൽ 100 പേർ പങ്കെടുക്കും. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ ആഘോഷിക്കുന്ന ജന്മദിനമാണ് യേശുവിൻ്റേത്. ആ യേശു പിറന്നത് കാലിത്തൊഴുത്തിൽ പിറന്നവനെ. അതെ, യേശു പിറന്നത് കാലിത്തൊഴുത്തിലാണ്. നാം എല്ലാവരും വളരണം, വലിയവരാകണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടായിരിക്കാം തന്നെക്കാൾ ആരും ചെറുതാകരുതെന്ന ശഠ്യത്തോടെ ഈശോ പുൽക്കൂട്ടിൽ ജന്മമെടുക്കാൻ കാരണം. ആ ജനനം മണിമേടയിലോ രാജകൊട്ടാരത്തിലോ ആയിരുന്നെങ്കിൽ പാവപ്പെട്ടവരായ നാട്ടിടയന്മാർക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നു. അതിന് കാവൽക്കാർ അവർക്ക് പ്രവേശനം നൽകുമായിരുന്നു? ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ദരിദ്രനും സമ്പന്നനും ഒരുപോലെ കടന്നു ചെല്ലാൻ കഴിയുന്ന പുൽക്കൂട്ടിൽ യേശു പിറന്നത്. ആ ഉണ്ണി യേശുവിനെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. പരസ്പരം സമ്മാനങ്ങളും ആശംസാ കാർഡുകളും കൈമാറാം. വീട് വൃത്തിയാക്കാം, ക്രിസ്മസ് ട്രീ ഒരുക്കാം, നക്ഷത്രങ്ങൾ തൂക്കാം, പുൽക്കൂട് നിർമ്മിക്കാം, കേക്ക് മുറിക്കാം, ക്രിസ്മസ് കരോളിൽ പങ്കെടുക്കാം, പാതിരാ കുർബാനയിൽ പങ്കുകൊള്ളാം, സ്നേഹവും സമാധാനവും പരസ്പരം പകർന്നു നൽകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാവിധ മംഗളാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ ക്രൈസ്റ്റ്.